Audio Jungle. Audio Jungle. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു നല്ലൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. വേറൊന്നുമില്ല, നമ്മൾക്ക് പാലക്കാട്ടുകാർക്ക് അഹങ്കരിക്കാൻ പറ്റുന്ന ഒന്ന്, പാലക്കാട്ടുകാരുടെ സ്വന്തം ലുലു മാൾ കുറച്ച് ദിവസങ്ങളായി ഉദ്ഘാടനം ചെയ്തിട്ട്. അപ്പോൾ അന്ന് കുറച്ച് തിരക്കുകൾ കാരണം ഫാമിലിയോടുകൂടി പോകാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ദിവസമായി വീട്ടുകാരും പറയുന്നു, വൈഫും പറയുന്നു ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒന്നും നോക്കിയില്ല, എന്തായാലും ഷോപ്പ് കഴിഞ്ഞ് അങ്ങനെ 8 മണിക്ക് ഷോപ്പ് കഴിഞ്ഞ് ഇറങ്ങി അതിന് നേരെ വിട്ടു. ഫാമിലി എല്ലാവരുമായിട്ട് അങ്ങനെ വിട്ടു. അപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാറില്ല, പോവുകയാണെങ്കിൽ എല്ലാവരും ഫാമിലിയായിട്ടും സന്തോഷത്തോടെയും പോയിട്ട് വരാറ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫാമിലിയോട് വിട്ടു. നല്ല സുഖമായിരുന്നു, നല്ല രസമായിരുന്നു. എല്ലാവരും കൂട്ടത്തോട് പോകുമ്പോൾ അതിൻ്റെതായ അതിൻ്റെ ഉള്ളിൽ കയറിയപാടെ കുട്ടികളിനെ ഭയങ്കര സന്തോഷമായി. കുട്ടികൾക്ക് അവർക്കൊരു വലിയൊരു മാളിനെ പോയി കിട്ടിയപ്പോൾ ഓടിക്കളിക്കാണ്ടൊരിതായിരുന്നു. പക്ഷേ ഒരിക്കലും നമ്മൾ പോകുന്ന സമയത്ത് കുട്ടികളെ കൈവിട്ട് കളിക്കരുത്. അതായത് അവരുടെ ഇതിലായ ലെവൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാണാൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്നുള്ള മാളുകളിലും തിരക്കേറിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഒട്ടും നോക്കിയില്ല, അവനെ കയ്യിൽ തന്നെ പിടിച്ച് രണ്ടുപേരും കയ്യിൽ തന്നെ പിടിച്ചിട്ട് ശ്രദ്ധയോടെ തന്നെ കൊണ്ടുപോയത്. ആദ്യം തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറാനായിരുന്നു പ്ലാൻ. പിന്നെ ആ പ്ലാന് അവിടെ മാറ്റി വെച്ചു. അതിൽ തന്നെ നേരെ ഫസ്റ്റ് ഫ്ലോറുണ്ട്, നേരെ ഫാഷൻ സ്റ്റോർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് ഫസ്റ്റ് പോയത്. അപ്പോൾ അതിനു മുമ്പ് താഴെ കുറച്ച് ഫാൻസി ഐറ്റംസിൻ്റെ ഷോപ്പുണ്ടായിരുന്നു. ഇവിടെ ഫാമിലി നിൽക്കുന്നുണ്ട്, അപ്പോൾ ഒരു ഫാൻസി ഐറ്റംസ് കുറച്ചിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ നേരെ മേലോട്ട് കയറി. നേരെ അപ്സ്റ്റെയറിൽ വന്നിട്ട് ഫാഷൻ സ്റ്റോറും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും പിന്നെ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ മേലെയാണ് വരുന്നത്. കാണാനും നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ന്യൂ ഇയറും ക്രിസ്മസും കഴിഞ്ഞിട്ടുള്ള ഒരു ആംബിയൻസാണ് അവിടെ ഉള്ളത്. കേൾക്കല്ലോ, നല്ലൊരു ഇതായിരിക്കും, നല്ലൊരു വ്യൂവും നല്ലൊരു ആംബിയൻസാണ് അവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ അവിടുന്ന് നേരെ മേലെ എത്തി, എസ്കലേറ്റർ കയറി നേരെ മേലെ എത്തി. അവിടുന്ന് നേരെ ഫാഷൻ സെക്ഷനിലേക്കാണ് പോയത്, ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അവിടെ കുറേ ഐറ്റംസ് നോക്കി. പിന്നെ അവിടുന്ന് ഡ്രസ്സിനൊക്കെ റേറ്റ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ റേറ്റും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബൈ 2 get 1 ഫ്രീ, 2 3% ഓഫർ, അങ്ങനെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫർ കാര്യങ്ങളൊക്കെ നോക്കി കുറേ ഐറ്റംസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ടോയ്സും അങ്ങനെയുള്ള ഐറ്റംസ് എടുക്കാൻ വേണ്ടി കുറേ വന്നു. ഒരു തുണിക്കടയിൽ കയറിയുള്ള അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. ലേഡീസിൻ്റെ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നോക്കേ വേണ്ട, അവരവിടെ നിന്ന് എങ്ങനെ സമയം കളയാമെന്നുള്ള പ്ലാനായിരിക്കും. ശരിക്കും പെട്ടു. എന്താ വെച്ചാൽ 1 മണിക്കൂറോളം, 1.5 മണിക്കൂറോളം തന്നെ റെഡിമെയ്ഡ് സെക്ഷനിൽ പോയി കിട്ടി.
ഇത് എൻ്റെ മോനാണ്, ചെറിയ ആൾ. അത് എനിക്ക് തണുപ്പുള്ളത് കൊണ്ട് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. ഇത് അനിയൻ്റെ കുട്ടി. ചെറിയൊരു 1 മാസം 2 മാസത്തിൻ്റെ ചെറിയൊരു വേരിയേഷൻസ് രണ്ടുപേരുള്ളൂ. ഓരോ മെറ്റീരിയൽസിനും സെപ്പറേറ്റ് ഓഫർ കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിട്ടുള്ളൂ ഓരോന്നിനും. അതിന് വീഡിയോ എടുക്കുകയാണെങ്കിലും ശ്രദ്ധ മൊത്തം കുട്ടികളുടെ അടുത്തായിരുന്നു. ഓരോ വീഡിയോ എടുക്കുന്തോറും കുട്ടികളവിടെ കാരണം എന്ന് വെച്ചാൽ ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ പാട്ടിന് അങ്ങനെ പോകും. ഒരു കളിക്കാൻ കിട്ടിയ പോലെയാണ്. വലിയൊരു വീഡിയോ കിട്ടുന്ന സമയത്ത് ഒരു കൂടി കളിക്കും. പിന്നെ കാണാണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ ആ ഒരു സമയം 1 മണിക്കൂർ പിന്നെ വെറുതെ കളയേണ്ടി വരും. സമയം ഇതല്ല, ടെൻഷൻ അടിച്ചാൽ പിന്നെ അതിൻ്റെ ഒരു ലെവലിൽ പോകേണ്ടി വരും. ഭയങ്കര നല്ല നമ്മൾ ടെൻഷൻ അടിക്കാണ്ട് നമ്മളെപ്പോൾ ഒപ്പം നിൽക്കുന്നതനുസരിച്ച് കുട്ടികളെയും കൈയോടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകും. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മളെങ്ങോട്ടും പോവുകയാണെങ്കിൽ യാത്ര പോവുകയാണെങ്കിലൊക്കെ ഇതുപോലുള്ള ഏരിയകളൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരിനെ അതിൻ്റേതായ ലെവലിലും കാര്യങ്ങളായിട്ട് കൊണ്ടുപോകുക. അവരിനെ ഒറ്റയ്ക്ക് വിടാതെ സൂക്ഷിക്കുക, ഒറ്റയ്ക്ക് വിടാതെ നോക്കുക. വൈഫ് വന്നിട്ട് തുണിൻ്റെ ഏരിയകളിലും എല്ലാവരും കുട്ടികൾ വന്നിട്ട് മൊത്തം ടോയ്സും ഇതുപോലുള്ള ഐറ്റംസിൻ്റെ ഇതിലാണ് കൂടുതൽ സമയം നോക്കിയത്. പിന്നെ അവരുടെ ഒരു സന്തോഷം, നമ്മളങ്ങനെ സമയം നോക്കിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു 9 മണിയോടെ എത്താൻ ഏകദേശം സമയം 9 മണി. ഷോപ്പ് അടച്ച് വീട്ടിലെത്തി ഫ്രഷായി അവിടെ എത്തുമ്പോഴേക്കും 9 മണിയായി. അവിടുന്ന് വീട്ടിൽ തിരിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സമയം വന്നിട്ട് 12 മണി, ഏകദേശം 12 മണി ഉണ്ടാവും അത്ര. കിഡ്സിൻ്റെ ചെരുപ്പിനും ഷൂവിനൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാതും കുട്ടികളുടെ ഡ്രസ്സിനായാലും അവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെയും ഷൂ, ചെരുപ്പ്, കോസ്മെറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിനും ഫാൻസി ഐറ്റംസ് അതിൻ്റേതായ സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പോണ സമയത്ത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ശനി ഞായറുകളിലും നല്ല തിരക്കുണ്ടാകാറുണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ കമ്മിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ കാണാൻ വീഡിയോ എടുക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഫ്രണ്ട്സായിട്ട് പോയ സമയത്ത് മിസ്സായി മീറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയ സമയത്ത് എന്താണ് ഏരിയ കാണാൻ വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് പോയി. ഈ ഏരിയ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്.
2 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ കോഴി ഓക്കെ, ഈ ഏരിയ സ്കിപ്പ് ചെയ്യാം. നമുക്ക് തിരക്ക് ഉള്ളത് കൊണ്ട് സ്കിപ്പ് ചെയ്തു. അപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ ഏരിയകളൊക്കെ മിസ്സിങ് ആയിരിക്കും. മിസ്സിങ് ആയാൽ പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം എന്നുള്ളൊരു ഇത് പോകും. അപ്പോൾ ഇന്നിപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ കമ്മിയായിരുന്നു. അപ്പോൾ ആ ഏരിയക്ക് പോയി കുറേ ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് കുട്ടിയും മോനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം കാണിച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത്രയും നേരം ബാക്കിയുള്ളവർക്ക് വീഡിയോണ്ട് ഇനി കുറച്ച് സെൽഫി ചെയ്യാകട്ടെ വിചാരിച്ചു. മീൻ കണ്ടോ? ഫിഷ് കണ്ടോ? ഫിഷിൻ്റെ ഫിഷ് നമ്മളങ്ങനെ കയറി പോകും. അവിടെ ഉണ്ടോ? അവിടെ ചിക്കൻ അവിടെ. എൻ്റെ ഈ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ റിനിമാൻ്റെ നിർത്തിയാൽ പറയും ഉമ്മമാൻ്റെ ഫോൺ നമ്പർ